എല്ലാവർക്കും നമസ്കാരം. എൽജിഎസിന്റെ മുൻകാല വർഷ ചോദ്യങ്ങൾ എടുത്തു നോക്കി അതിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ നൽകലാണ് നമ്മുടെ ഈ ചാനലിന്റെ ലക്ഷ്യം. മുൻ ക്ലാസ്സുകൾ നമ്മുടെ ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ തന്നെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങളത് കാണുക. അതുപോലെ തന്നെ 1 മാർക്ക് പോലും നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്ന ഇക്കാലത്ത് ഒരറിവും ചെറുതല്ല. അപ്പോൾ ഇന്നത്തെ എക്സാം ടോപ്പിക് എന്ന് പറയുന്നത് നവോത്ഥാന നായകന്മാരിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള വൈകുണ്ഠസ്വാമികളെ പറ്റിയിട്ടാണ്. വൈകുണ്ഠസ്വാമികളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ എൽജിഎസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേൾക്കുക, പഠിക്കുക. അയ്യ വൈകുണ്ഠസ്വാമികൾ 1809 നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര്. ഒരു ചാനർ കുടുംബത്തിൽ ജനിച്ചു. മുടിച്ചൂടും പെരുമാൾ എന്ന പേര് സവർണ ഹിന്ദുക്കളുടെ എതിർപ്പ് മൂലം മുത്തുക്കുട്ടി എന്നാക്കി. പിന്നീട് വൈകുണ്ഠർ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു. ഹൈന്ദവ സമൂഹത്തിലെ അയിത്തം, ജാതി വ്യവസ്ഥ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അഖിലത്തിരട്ട്, അഴുന്നൂൽ എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്ന് വൈകുണ്ഠസ്വാമികളുടെ ആശയങ്ങൾ മനസ്സിലാക്കാം. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ജന്മിമാരുടെ നിർബന്ധിത അടിമ വേലയ്ക്കെതിരെ ആഞ്ഞടിച്ചത്. ഓന്റെ ജാതി, ഓന്റെ മതം, ഓന്റെ ദൈവം, ഓന്റെ ഉലകം, ഓന്റെ അരശ്, ഓന്റെ നീതി എന്നാണ് പ്രഖ്യാപിച്ച വൈകുണ്ഠസ്വാമികൾ 1836 സമത്വ സമാജം സ്ഥാപിച്ചു. തിരുവിതാംകൂർ രാജഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നും വിശേഷിപ്പിച്ചു. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. നിഴൽത്താങ്കൽ എന്ന ആരാധനാലയങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവലയാൽ കൂട്ടായ്മ സ്ഥാപിച്ചു. അയ്യ വഴികൾ എന്ന ചിന്താ പദ്ധതിയും ശ്രദ്ധേയമായിരുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന കിണറുകൾ കുഴിച്ചു. വൈകുണ്ഠരുടെ നേതൃത്വത്തിൽ സ്വാമിത്തോപ്പിലെ വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപം കുഴിച്ച കിണറിനെ കുതിരിക്കിണർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് കേൾക്കുക. കാരണം യൂട്യൂബാണ്, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാവുന്നതാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇത് കാണുക, വീണ്ടും കേൾക്കുക, മാർക്ക് മേടിക്കുക.